നമസ്കാരം. തുറവൂർ പമ്പ പാതയിലെ പ്രധാന പാലമായ മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധം കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മാക്കേക്കടവ് നേരേക്കടവ് പാലം പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് അരൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസം നടത്തിയത്. മാക്കേക്കവലയിൽ നടന്ന സമരം പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മുൻ മന്ത്രി മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 7 വർഷമായി ഇതുപോലെ സ്തംഭനാവസ്ഥയിലേക്ക് പോയിട്ട് ചെറുവിരലിനക്കാതെ ഒരു ഗവൺമെന്റ് ഇരിക്കുന്നു എന്ന് വന്നാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വികസന രംഗത്ത് ഇതുപോലെ അവഗണന കാണിക്കുന്നത് ശരിയാണോ? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഈ പ്രദേശത്തെ മൊത്തം ജനപ്രതിനിധികൾ LDF ആണ്. എല്ലാ ജനപ്രതിനിധികളും MP മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ എല്ലാം LDF ആണ്. അപ്പുറത്തേക്ക് വന്നാലും കായലിലൊക്കെ ആദ്യം LDF ആണ്. പിന്നെ അതിന്റെ കുറച്ച് ഭാഗം മാറിക്കഴിഞ്ഞാൽ കടുത്തുരുത്തി മുതൽ ഞങ്ങളൊക്കെ UDF ആയി വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ UDF LDF ഒന്നും അല്ലല്ലോ. ഇത് നാടിന്റെ പൊതുവായ ഒരു പ്രശ്നമല്ലേ? ഇത് പരിഹരിക്കണ്ടേ? ഞാൻ മന്ത്രിയായ സമയത്ത് തൈക്കാട്ടുശ്ശേരിയിൽ ഇവിടെ ക്ഷേത്രത്തിലെല്ലാം വന്ന ആളുകൾ, ഇവിടെ ദേവാലയങ്ങളിലും ഒക്കെ ആളുകൾ വിളിച്ചുകൊണ്ടുവന്ന് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമുക്ക് വേമ്പനാട് കായലിലും ഒക്കെ തൈക്കാട്ടുശ്ശേരിയിലും ഒക്കെ പാലം ഉണ്ടാകണം. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ റോഡ് ഞാൻ വന്നപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഇത് ചേർത്തല അരുക്കുറ്റി റോഡ് അന്ന് കിടന്നിരുന്ന അവസ്ഥ എന്താണ്? ചേർത്തല അരുക്കുറ്റി റോഡ് യാത്ര ചെയ്യാൻ കഴിയാതെ എന്നും ഹർത്താലും ബഹളവുമായി വലിയ ഗുരുതരമായ സ്ഥിതി കിടന്നിരുന്ന ഒരു പ്രശ്നത്തെയല്ലേ നമ്മൾ പരിഹരിച്ചത്. നിരന്തരമായ ഇടപെടലല്ലേ നടത്തിയത്. ഞാൻ എത്ര പ്രാവശ്യം ചേർത്തലയിൽ വന്നു. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ തണ്ണീർമുക്കം ചേർത്തല റോഡ് എത്ര സങ്കീർണമായ സ്ഥിതിയിലാണ് റോഡുകളെല്ലാം കിടന്നത്. നമുക്കറിയാവുന്ന റോഡ് തകർന്ന സാഹചര്യം ഉണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനോട് ഗവൺമെന്റിനോട് അന്ന് അഭ്യർത്ഥിച്ചു. അന്നും ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗവൺമെന്റിനോട് പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ജനത്തിന്റെ മുമ്പിൽ പോകാൻ കഴിയില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, രാഷ്ട്രീയമായ തർക്കങ്ങൾ നിൽക്കട്ടെ, നമുക്ക് നിയമസഭയിൽ കേരളത്തിലെ റോഡുകൾക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിനെതിരമായി സഹകരിക്കണം. ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF സഹകരിച്ചു. അങ്ങനെ കേരളത്തിലെ അഭിപ്രായ സമന്വയത്തോടുകൂടിയാണ് റോഡ് നവീകരണത്തിലേക്ക് നമ്മൾ കടന്നത്. ഞങ്ങൾ പിന്നെ LDF വിട്ടു, UDF വന്നു, മുന്നണി UDF ഭാഗമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ LDF ഭാഗത്തുനിന്നുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണ്ടേ? നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോയി കുച്ചിത്തറ അധ്യക്ഷനായി. സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ജോർജ് ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറിയ കാവിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബെന്നി വേലശ്ശേരി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് കൊട്ടിലങ്ങാട്ട്, എബ്രഹാം കുഞ്ഞാപ്പച്ചൻ, ബൈജു കടവൻ, ബെന്നി പാലകൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി തിരുനെല്ലൂർ, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ടാണ് അവസാനിച്ചത്. വിഡ് മീഡിയ, ചേർത്തല.